Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. 2022 WWE SummerSlam പ്രധാന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. റാൻഡി ഓർട്ടന്റെ തിരിച്ചുവരവ്. കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്ത് റാൻഡി ഓർട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. WWE The Next Big Thing, ഒബാഫെമിക്ക് ബാറ്റൺ കൈമാറി ബ്രോക്ക് ലെസ്നർ. മൈക്കിൾ ഹെയ്സിന് വിക്ടറി ഡെഡിക്കേറ്റ് ചെയ്ത ന്യൂലി ക്രൗൺ WWE വിമൻസ് ചാമ്പ്യൻ ചെൽസി ഗ്രീൻ. ഒരു ഷീൽഡ് ട്രിബ്യൂട്ട്. റോവനും സെത്തും മാച്ചിന് ശേഷം കൈകൊടുത്തു പിരിഞ്ഞു. ഫസ്റ്റ് ടൈം സിംഗിൾസ് ചാമ്പ്യൻ. ഇമോഷണലായി പുതിയ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻ ചാഡ് ഗേബിൾ. അതുപോലെ തന്നെ തിരിച്ചു വരേണ്ട 23-ാം ദിവസം ചാമ്പ്യനായി ബേറൻ കോർബിൻ. കൂടുതൽ സമ്മർസ്ലാം വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒബാഫെമി ബ്രോക്ക് ലെസ്നർ മാച്ചിൽ ബ്രോക്ക് ലെസ്നറിനെ ഡിഫീറ്റ് ചെയ്തു. നല്ലൊരു ഹെല്ലിനെസിൽ മാച്ച് തന്നെയായിരുന്നു അത്. അത്യാവശ്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാറിന് തന്നെ തയ്യാറെടുത്ത് വന്ന രീതിയിലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഒബാഫെമി വിക്ടറീസ് ആയി. അപ്പം ഒബാഫെമി നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് ഉള്ള രീതിയിൽ തന്നെ ബ്രോക്കും ഈവൻ മാച്ചിന്റെ എൻഡിൽ പറയുകയുണ്ടായി. അതാണ് ഫ്യൂച്ചർ. ബ്രോക്ക് പാസ്റ്റ്, ആക്ച്വലി ബ്രോ ഇനി ഒബയാണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് ആ മാച്ച് കൺക്ലൂഡ് ചെയ്തു. അതെ, ഒരു പാസിംഗ് ഓഫ് ദ ടോർച്ച് മൂവ്മെന്റ് എന്ന് തന്നെ പറയാം. അതിനകത്ത് അപ്പം അവസാനം മറ്റേ മാച്ചെല്ലാം കഴിഞ്ഞുള്ള പ്രസ് കോൺഫറൻസിലാണല്ലോ ഒബ പറഞ്ഞു അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ബ്രോക്ക് അങ്ങനെ പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ബ്രോക്ക് അത് ചെയ്തത് എന്നുള്ള പറഞ്ഞായിരുന്നു. പിന്നെ അതിനുപോലെ തന്നെ എനിക്ക് മാച്ച് ഒക്കെ നൈസ് ആയിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെല്ലിനെസെൽ എന്ന് പറഞ്ഞൊരു മാച്ച് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് പോലെ എനിക്ക് തോന്നി. ഹെല്ലിനെസെൽ ഒത്തിരി യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയില്ല. അത് ശരിയാണ്. അവര് ആണെങ്കിലും ശരിയാണ് ഉള്ള കാര്യം. ഇതില് അങ്ങനെ ഒരു അധികം സെല്ല് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഈവൻ അതൊരു സ്റ്റീൽ കേജ് ആയിട്ട് പോലും കൺസിഡർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അത്യാവശ്യം നമ്മൾ ബ്രോക്കിന്റെ എല്ലാ മാച്ചുകളും നമുക്കറിയാം. കൂടുതൽ റോമനുമായിട്ടുള്ള 2-3 മാച്ച് അല്ലാതെ അധികം ബ്രോക്കിന്റെ മാച്ചുകളിലൊന്നും കൂടുതൽ ടൈം എടുക്കാറില്ല. പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കുന്ന ഇതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലീശേ ബ്രോക്കിന്റെ മാച്ച് തന്നെയായിരുന്നു. ബട്ട് വൺസ് അഗൈൻ ലൈക്ക് അതൊരു ബ്രോക്കിന്റെ മാച്ച് ലാസ്റ്റ് മാച്ചുകളിൽ ഒന്നായിരിക്കും. ഇനി അറിയില്ല ഇത് റിട്ടയർമെന്റ് മാച്ച് ആയിരുന്നോ എന്നും നമുക്ക് തോന്നുന്നില്ല. ഇനി കണ്ടറിയാം എത്ര മാച്ചസും കാര്യങ്ങളും കാണുമെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. മേ ബി ഒരു ഫൈനൽ ബിഗ് പേ ചെക്ക് എന്നുള്ള രീതിയിൽ പേഡ് എന്നുള്ള രീതിയിൽ മേ ബി സൗദിയിലെ റെസൽമേനിയ വെച്ചൊക്കെ നിർത്താനായിരിക്കും അളിയന്റെ പ്ലാൻ. അതെ. പിന്നെ അത് പറയുന്ന പോലെ തന്നെ ഇപ്പം കരിയർ എൻഡ് ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ് ഗന്തറിന്റെയും നിക്ക് ആൾട്ടിസിന്റെയും മാച്ച്. നിക്കിന്റെ WWE ഇൻട്രിങ് ഡെബ്യൂ ആയിരുന്നു സമ്മർസ്ലാമില്. അപ്പം നാഷണൽ ട്രഷർ എന്ന് തന്നെ പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെ. അതാണ് മെയിൻ ആയിട്ട്. അത് നമുക്ക് വലിയൊരു കാര്യമാണ്. നിക്കോളിസിനെ അറിയാൻ മേലാത്തവർക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അവനും ഒക്കെ ഒരു അവസരം കിട്ടുന്ന ഒരു അവസരം ദ നാഷണൽ ട്രഷർ എന്ന് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെ, അതിന് നിക്കിന്റെ NWA റണ്ണും ഇങ്ങനെ ഇമ്പാക്റ്റിലെ TNA ചാമ്പ്യൻഷിപ്പിന്റെ കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഇതിലും മൈക്കിൾ കോൾസ് ആണെങ്കിലും കമന്ററിയിലെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. കോഡിയെ ഡിഫീറ്റ് ചെയ്തത് AJ സ്റ്റൈൽസിനെ ഡിഫീറ്റ് ചെയ്തിരുന്നു. ജെഫ് ഹാർഡിയെ ഡിഫീറ്റ് ചെയ്തിരുന്നു. ഈ കോഡിയെ ഡിഫീറ്റ് ചെയ്ത AEW-ലാണ്. ഓർക്കുന്നില്ല നമുക്ക് NWA ചാമ്പ്യൻഷിപ്പിന്റെ ഒഫീഷ്യൽ AEW തുടങ്ങുന്നതിന് മുമ്പ് ഓൾ ഇൻ ആയിട്ട് അവരൊരു ഇവന്റ് നടത്തിയപ്പോൾ. അതെ, അതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. നല്ല കുഴപ്പമില്ലാത്തൊരു മാച്ച് ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഒത്തിരി നാള് വർക്ക്ഔട്ട് ചെയ്യാതെ മാച്ചിൽ വർക്ക് ചെയ്യാതെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത മാച്ച് ആയിരുന്നു. ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ഒരു മനുഷ്യനായിട്ട് ഒരിക്കലും തോന്നിയില്ല. എന്ന് വെച്ചാൽ ഒത്തിരി സ്പോട്ടുകളൊന്നും ഒറ്റയടിക്ക് ഇപ്പം പെട്ടെന്ന് ഒരു അരമണിക്കൂർ മാച്ച് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് എന്നാളും വരത്തില്ല ഒരു പ്രൊഫഷണൽ റെസ്ലറെ സംബന്ധിച്ച് ഇത്ര നാളത്തെ ബ്രേക്കിന് ശേഷം. പക്ഷെ എന്നാലും അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് രണ്ടുപേരുടെയും ഡൈനാമിക്സിൽ അത് വർക്ക് ചെയ്തു. കാരണം ഗന്തർ നല്ലൊരു ഒപ്പോണന്റ് ഇതുപോലുള്ള ആൾക്കാർ. കാരണം ഗന്തറിന്റെ സ്ലോ പേസ്ഡ് മാച്ചുകളാണല്ലോ അവന് എല്ലാം കൂടുതൽ ഗ്രൗണ്ട് വർക്ക് മാച്ച് ആണല്ലോ ഗന്തർ ചെയ്യുന്നത്. അപ്പൊ അത് നല്ലൊരു മാച്ചപ്പ് ആയിരുന്നു അവർ രണ്ടും. യൂറോപ്യൻസ് ആണ് രണ്ടുപേരും. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് മാറ്റ് റെസ്ലിംഗിലും എല്ലാം ഒന്ന് ആ രീതിയിലായതുകൊണ്ട് നല്ലൊരു മാച്ചപ്പ് ആയിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ ഗന്തറിന്റെ ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മള് അതായത് ഡേ 2 മാച്ച് ആക്ച്വലി ഫിൻബാലറും സാമി സൈനും ആയിരുന്നു മാച്ച് ഓൾറെഡി അനൗൺസ് ചെയ്തത്. അപ്പം ഇപ്പം നിക്കാൾട്ടിസ് വന്ന് അനൗൺസ് ചെയ്ത് ഗന്തറിനെ അതിനകത്ത് ആഡ് ചെയ്യുന്നു. പിന്നെ പറഞ്ഞു പാർട്ടിസിപ്പൻസ് എന്നാണ് പറഞ്ഞത്, പാർട്ടിസിപ്പന്റ് എന്നല്ല. അപ്പം ഞാൻ പറഞ്ഞില്ല ഇതൊരു തീർന്നില്ല. ഒരു 4-way മാച്ച് ആയിരിക്കും, 4-way മാച്ച് ആയിരിക്കും.
അതിൽ കെവിൻ ഓവൻസിന്റെ റിട്ടേൺ ഉണ്ടായിരുന്നു. കെവിൻ ഓവൻസ് ഇഞ്ചുറിക്ക് ശേഷം ആക്ച്വലി നമ്മൾ ഒരു കരിയർ ത്രെട്ടനിങ് ഇഞ്ചുറി ആയിരുന്നു കെവിൻ ഓവൻസിന്റെ, അല്ല ഇഞ്ചുറിയാണ്, അതിനുശേഷം റിട്ടേൺ ചെയ്തിരിക്കുന്നു. അതെ, ഭയങ്കര ഒരു ഇതായിരുന്നു കെവിൻ ഓവൻസിന് റിട്ടേൺ ചെയ്യുമോ, റെസ്ലറായിട്ട് തിരിച്ചു വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷ പലർക്കും എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു. കാരണം പുള്ളിയുടെ ഇഞ്ചുറി ഇച്ചിരി കടുപ്പമായിരുന്നു. എന്നാലും കെവിൻ ഓവൻസ് തിരിച്ചു വന്നു, അത് കാണാൻ സാധിച്ചു, നല്ലൊരു കാര്യം. അതുപോലെ തന്നെ അതിൻ്റെ അകത്തെ സ്റ്റോറി അവർക്ക് ഫർദർ ചെയ്യാൻ പറ്റി. സാമിക്ക് ഇപ്പോഴും ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കഥ. സാമിയുടെ കൂട്ടുകാരൻ വഴിയാ പോയി അല്ലേ, അതിലെ പോയെടുത്തന്നെ ഇപ്പം ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കാൻ പോകുന്നു എന്നുള്ളൊരു കഥ. അപ്പം സാമിയുടെ അവസാന ക്രാഷ് ഔട്ട് അല്ലെങ്കിൽ അതിന് ഭയങ്കര ഒരു ഇതായിരിക്കും. സാമി ഒഫീഷ്യലായിട്ട് ഹീലാകുന്ന അല്ലെ ആ ഒരു കൊടും ക്രൂരനായി മാറുന്നതിന്റെ കഥകളിലേക്ക് ഇത് പോകുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതെ അതെ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈവൻ ദോ സാമി വൺസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചാമ്പ്യൻഷിപ്പ് 9 days എങ്കിലും ഇത് ചെയ്യാൻ പറ്റി. എനിക്ക് ഫിൻബാലറിന്റെ കാര്യം നോക്കിയിട്ടാണ് ചെറിയൊരു വിഷമമായിട്ട് പോയത്. ഫിൻബാലർ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഫിൻബാലർ നമുക്കറിയാം. ഇനിയും നോക്കി ഇപ്പൊ എന്തേരം ആൾക്കാരായി, ഇപ്പൊ മെയിൻ അവന്റിൽ എന്തേരം ആൾക്കാരായിരുന്നു. ഇപ്പം അത്യാവശ്യം എല്ലാരും ടോപ്പ് ഓർഡറിലോട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുക. അപ്പം പിന്നെ എന്താണെങ്കിലും പിന്നെയും താഴെ ഫുഡ് ചെയിൻ്റെ താഴോട്ട് പോകും എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഒരു എല്ലാം പിന്നെ കിട്ടാനുണ്ടെങ്കിൽ ഒരു രീതിയിൽ പോയാൽ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇങ്ങനെ പോയ ഒരു കാര്യം നടക്കാൻ പോകുന്നു. നമുക്ക് ഞാൻ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നു. കാരണം പിന്നെ ട്രിപ്പിൾ എച്ചിന്റെ മെയിൻ വ്യക്തിയാണല്ലോ, ആ ഒരു ഇതാണ് എനിക്ക് പ്രതീക്ഷ, എന്റെ മനസ്സിലെ പ്രതീക്ഷ. 2016 തൊട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് 2016 വ്യക്തിയാണെന്ന് പറഞ്ഞാണ് നമ്മുടെ ഇത്. പക്ഷെ ഇപ്പൊ എടുക്കണമെങ്കിൽ ഡൈനിങ് ടൈം എടുക്കായിരുന്നു, ഓൾറെഡി എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കൊരു പ്രതീക്ഷയുള്ള സി എം പങ്ക് പിന്നെ കോൾ ഔട്ട് സിമു ചാമ്പ്യൻ ആയപ്പോൾ ഫിൻബാലറിനെ മെൻഷൻ ചെയ്തായിരുന്നു. അതൊക്കെയാണ് എന്റെ ഒരു പ്രതീക്ഷ. ഓഫ് കോഴ്സ് അതുപോലെ തന്നെ ഫിന്നിനെ സ്മാക്ഡൗണിലോട്ട് മാറ്റിയത് തന്നെ മെയിൻ ഇവന്റ് പിക്ചറിലോട്ട് ഫിന്നിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതാണ് എന്റെ ആകെയുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴത്തെ. അതെ, പിന്നെ റിട്ടേണിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റാൻഡി ഓർട്ടന്റെ 14 ടൈം അല്ലേ 14 ടൈം വേൾഡ് ചാമ്പ്യൻ റിട്ടേൺ ചെയ്തിരുന്നു. റാൻഡി ഓർട്ടൺ ഒരു കോഡി സി എം പങ്ക് മാച്ചിൽ കോഡി അറ്റാക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ആക്ച്വലി സി എം പങ്ക് വിക്ടോറിയസ് ആകാൻ പറ്റിയത്. അത് ആ ഫ്യൂഡ് റെസൽമേനിയക്ക് ശേഷം റെസൽമേനിയയിലോട്ട് കടന്ന ആ ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് ഇപ്പൊ കോഡിക്കിപ്പോ നല്ലതാ. കോഡിക്കിപ്പോ ടൈറ്റിൽ പിക്ചറിൽ നിന്ന് മാറിയ ഒരു മെയിൻ അവൻ ഫ്യൂഡ് അല്ലെങ്കിൽ ഒരു മെയിൻ ഫ്യൂഡ് തന്നെ കോഡിക്കുണ്ട്. കോഡിക്കിപ്പം സ്പോട്ട്ലൈറ്റ് പോകുന്നില്ല. അത് അങ്ങനെ രീതി നോക്കുമ്പോൾ നല്ലതാണ്. റാൻഡിക്കും നല്ലൊരു ചാൻസ് ആണ് കരിയർ റിവൈവൽ. കോഡി ഈ ഇടയ്ക്കത്തെ മെയിൻ താരം അല്ലെങ്കിൽ ദ ഫേസ് ഓഫ് ദ കമ്പനിയെ വേണമെങ്കിൽ തോപ്പിച്ച് വേണമെങ്കിൽ ടൈറ്റിൽ പിക്ചറിലോട്ട് റാൻഡിക്കും എന്നാ പറഞ്ഞത് റീഇൻട്രൊഡ്യൂസ് ആകാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. ഇപ്പം ടൈറ്റിൽ പിക്ചർ നോക്കുമ്പോൾ ടൈറ്റ് ആണ് ശരിക്കും പറഞ്ഞ WWE ടൈറ്റിൽ പിക്ചർ. കാരണം സി എം പങ്ക് ഓൾറെഡി കോൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓബെ മാച്ചിന് പ്രസ് കോൺഫറൻസിൽ. അതുപോലെ തന്നെ ഇപ്പം നമ്പർ കണ്ടക്ടർ ആയിട്ടുണ്ട് കെവിൻ ഓവൻസ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് WWE ടൈറ്റിൽ പിക്ചറും ടൈറ്റായി വന്നിരിക്കുന്നു ഇപ്പം. പക്ഷെങ്കിൽ നമുക്കറിയാം ഓൾമോസ്റ്റ് മിക്കവാറും ഓബ വേഴ്സസ് റോമൻ ആയിരിക്കാം ടൈറ്റിൽ പിക്ചറിലോട്ട് പോകുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അടുത്ത എന്നാണെങ്കിലും നമുക്ക് ബ്രോ ഈ ഒരു പുഷിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ മാറി നിന്നിട്ട് ഒരു കാര്യമില്ല. ഒരു മെയിന് അല്ലെങ്കിൽ ഈവൻ സെറ്റുമായിട്ട് വല്ലോ ഓബയുടെ കുറച്ച് സംഗതി പോയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഗതി പോയിട്ട് ആയിരിക്കാം മേ ബി അടുത്ത ചാമ്പ്യൻ ഡെഫിനറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഓബ തന്നെയാണ്. പക്ഷെ കിങ് ഓഫ് ദ റിംഗ് അവന്റെ ഉള്ളിടത്തോളം കാലം ഒത്തിരി നാളെ വലിച്ചു കിട്ടാനും പറ്റത്തില്ല. പക്ഷെ എനിക്കൊരു പേ ഓഫ് ആയിട്ട് LA നൈറ്റിന്റെ ഒരിത് എപ്പോഴേലും മനസ്സിൽ നമുക്കൊരു ആഗ്രഹമുള്ള കാര്യമാണ്. അത് പറഞ്ഞപ്പോഴാണ് LA നൈറ്റിന്റെ മാച്ച്, ഐ മീൻ ദ 6-way അല്ലെ ടാഗ് ടീം ടാഗ് ടീം മാച്ച്. അതിൽ LA നൈറ്റ് സോളോ സിക്കാവോ റോയ്സ്കീസ് ആൻഡ് ബ്ലഡ് ലൈനിൽ അതായത് ജെയ്യൂസയും ജേക്കബ് ഫാറ്റും ആയിട്ടുള്ള മാച്ച്. അതൊരു ക്ലീഷേ മാച്ച് തന്നെയായിരുന്നു എനിക്ക് തോന്നി. പിന്നെ ഞാൻ പ്രൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ സോളോ പെട്ടെന്നൊരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് സോളോടെ. ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ടത്തെ റോക്കിന്റെ ഒക്കെ ഉള്ള ഒരു അത്രയും വരെ പോകുന്നില്ലെങ്കിലും റോക്കിന്റെ ഉള്ള രീതിയിലുള്ള പരിപാടിയാണ് പുള്ളി ഇപ്പൊ സിംഗിൾ ആയിട്ട് നിൽക്കുമ്പോഴത്തേനുള്ള ഗൂഫി ഫേസ് എന്നൊക്കെ പറയാം. അവനാ മറ്റേ ഷോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ സ്മാക്ഡൗൺ ഫ്യൂ എന്നൊക്കെ പറഞ്ഞ് വെച്ചോണ്ട് ഇറങ്ങിയാണല്ലോ. അതൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു ഗൂഫി ഫേസ് ആണ് ഇപ്പൊ ആളിയൻ. അത് നല്ലൊരു കാര്യമാണ്. അവന് നല്ലൊരു ക്യാരക്ടർ റിഫ്രഷ്മെന്റ് ആ കിട്ടിയേ. മറ്റേ അവന്റെ ഫാക്ഷനിൽ നിന്ന് മാറിയിട്ട് MFT അതുകൊണ്ട് അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനകത്ത് മെയിൻ ഹൈലൈറ്റ് ഇത് പിൻ ചെയ്തത് LA നൈറ്റ് ആണ്. അപ്പം ബ്ലഡ് ലൈനിലെ ഒരു മെമ്പറിനെ പിൻ ചെയ്ത് LA നൈറ്റ് ആ ടീമിന് വിക്ടറി നേടിക്കൊടുത്തു. അപ്പം ഇത് ഹൈലൈറ്റ് ആയി. ഈ ബ്ലഡ് ലൈൻ സാഗയിൽ അല്ലെങ്കിൽ സ്റ്റോറി ലൈനിൽ LA നൈറ്റ് ഇൻവോൾവ് ആയി നിൽക്കാനുള്ള ഹൈ ചാൻസസ് ആണ് ഇതിലൂടെ കാണുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള
മാച്ചിലുണ്ടായിരുന്നു, ടാറ്റിൽ മാച്ച് ഉണ്ടായിരുന്നു, ഫേറ്റൽ ഇൻഫ്ലുവൻസ് വേഴ്സസ് ബെല്ല ട്വിൻസ് ആൻഡ് പേജ്. അതിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വീക്ക് നമ്മൾ എന്തുപോലെ തന്നെ ബെല്ല ഫേറ്റൽ ഇൻഫ്ലുവൻസ് ആണ് വിക്ടോറീസ് ആയത്. അതില് ഈ ബെല്ലയ്ക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ ഇപ്പം പേജിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ പേജിനെ ബെല്ല ട്വിൻസ് എടുത്ത് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ഇനിയും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയായിരുന്നു. അതിൽ കൂടുതലും പ്രത്യേകിച്ച് ഓഫ് കോഴ്സ് ടിപ്പിക്കൽ ബെല്ല ട്വിൻസിന്റെ ഒരു സ്റ്റോറിയായി ഇപ്പം പോകുന്നത്. അതിപ്പോൾ നമുക്കറിയാം, അത് നമ്മൾ വർഷങ്ങളായിട്ട് കാണുമ്പോൾ അറിയാം. ഓക്കെ, ബെല്ല ട്വിൻസിനെ നടക്കത്തുള്ളൂ. ബെല്ല ട്വിൻസിനെ ഫേസ് ആക്കിക്കൊണ്ട് കുറേ നാളൊന്നും നിർത്താൻ പറ്റുമൊന്നുമില്ല. അപ്പം അതുപോലെ തന്നെ ഒരു പഴയ ഡിവാസറയിലെ ആ ഒരു ക്ലാസിക് ഇത് കൊണ്ടുവരാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നതാണ്. പേജിനെ ഫേസ് ആക്കി ബെല്ലാസിനെ ഹീലാക്കി. ഇപ്പം പേജിന് സപ്പോർട്ടായിട്ട് ഒരു പക്ഷേ ഏജേലിയാന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിപ്പോൾ അറിയത്തില്ല. ബ്രീ പിന്നെ ഇപ്പം നിക്കി ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ബ്രീ ഇപ്പോൾ ഇഞ്ചുറായി. ബ്രീയുടെ ഇഞ്ചുറി ഇച്ചിരി സിഗ്നിഫിക്കൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഷോൾഡർ ഗ്രാബ് ചെയ്തുകൊണ്ടാണ് അവൾ മാച്ച് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം സ്കാൻസിനൊക്കെ വിട്ടിട്ടുണ്ട്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. അപ്പം നമുക്ക് മേ ബി ഇന്ന് റോയുടെ ശേഷം പറയാൻ സാധിക്കുമായിരിക്കും. അതെ. പിന്നെ നമുക്ക് ഡൊമിനിക് മിസ്റ്റീരിയൻ ഡാൻ ഹുസൈൻ്റെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതില് ഡാൻ ഹുസൈൻ്റെ ക്ലീഷ് മാച്ച് ഒബിയസ്ലി എങ്ങനെ നടക്കുന്നു അങ്ങനെ തന്നെ ആയിരുന്നു മാച്ച്. അതിൽ ഡാൻ ഹുസൈൻ വിക്ടറീസ് ആയി. ജോ ഹെൻറിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഈ JD മെക്ഡോണയും ജോ ഹെൻറിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ആ മാച്ചിൽ. അതെ, അതും നമുക്കറിയാം. ഒരു ടിപ്പിക്കൽ ഡാൻ ഹൗസൻ മാച്ചാണ്. അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് മാച്ച് എന്നും വേണം പറയാം. ഫുൾ ഇന്റർഫിയറൻസ്. ലിവ് മോർഗന്റെ നമ്മൾ കാണുന്നുണ്ട് ജഡ്ജ്മെന്റയുടെ മാച്ചുകൾ മുഴുവൻ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നു. അതിന് പകരം വിട്ടാനായിട്ട് ജോ ഹെൻറി വന്ന് ഇന്റർഫിയർ ചെയ്തു, അവനെ ഓടിച്ചു. അത് കഴിഞ്ഞ് ഡാൻ ഹുസൈൻ്റെ ടിപ്പിക്കൽ മാച്ച് കേഴ്സ് ചെയ്തു, ഒരു പൈറോ പൊട്ടി, ഡൊമിനിക്ക് താഴെ വീണു, അവൻ ഹ്യൂമൻ മണി ബാഗ് എടുത്ത് ജയിച്ചു. അതെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ മാച്ച് എന്ന് പറഞ്ഞാൽ ബാരൻ കോർബിൻ ഡിഫീറ്റ് ചെയ്തു ട്രിക് വില്യംസിനെ. പിന്നെ ബാരൻ കോർബിൻ ന്യൂ US ചാമ്പ്യനായി. അത് റിട്ടേൺ ചെയ്ത് പെട്ടെന്ന് തന്നെ 23 ഡേയ്സിൽ ചാമ്പ്യനായി. അതൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ്. ഞാൻ പേഴ്സണലി അതൊരു എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ബാരൻ കോർബിൻ പെട്ടെന്ന് ചാമ്പ്യൻഷിപ്പ് എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതെ, ഇപ്പോഴത്തെ റിട്ടേൺ വെച്ച് നോക്കുന്ന ആർക്കും ഒരു പ്രതീക്ഷ കാണത്തില്ല. ഇങ്ങനെ റിട്ടേൺ അയച്ചിട്ട് ട്രിക് വില്യംസിനെ പോലെ ഒരാളെ തോപ്പിക്കാനായിട്ട് ഉള്ളൊരു കഥയിലോട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. കാരണം ട്രിക്കിന് ഇനി ഒന്നും ചെയ്യാനില്ല. ട്രിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മെയിൻ അപ്പോണൻസിനെ എല്ലാം ഒരുമാതിരി തോപ്പിച്ചു അല്ലേ. അപ്പോൾ പിന്നെ ഇപ്പം ട്രിക്കിന് ഇപ്പം ഒരു ബിഗ് മാനെ കിട്ടി. അപ്പം അവരുടെ ആ സ്റ്റോറി ലൈൻ ഇനിയിപ്പോൾ ഒരു ഫ്യൂഡിലേക്ക് കിടക്കുവാണ്. കാരണം ആ മാച്ച് എൻഡ് ചെയ്തു അങ്ങനെയാണ്. ഇന്റർഫിയറൻസ് അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത്, ബാരൻ കോർബൻ ഒരു ചെറിയ ചീപ്പ് ടാക്ടിക് അടിച്ച് ബെൽറ്റ് എടുത്തടിച്ചാണ് ട്രിക്കിനെ തോപ്പിച്ചത്. അപ്പോൾ ട്രിക്കിന് ഇനി പറയാം, ഓക്കെ നീ എന്നെ ബെൽറ്റ് വെച്ച് അടിച്ചാണ് തോപ്പിച്ചേക്കുന്നത്, അപ്പം നീ എന്നെ ശരിക്കും തോപ്പിച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊരു ഫ്യൂഡ് മുന്നോട്ട് പോകാനായിട്ട് അവരൊരു ചെറിയൊരു പ്ലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതാണ്. ബാരൻ കോർബൻ്റെ മാച്ച് കഴിഞ്ഞ് ബാരൻ പറഞ്ഞു ഞാൻ ഈ ചാമ്പ്യൻഷിപ്പ് പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരും, അപ്പോൾ അവൻ്റെ വെള്ളത്തോലെല്ലാം എടുത്ത് ദൂരക്കളയെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു ഫ്യൂഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് അതിലൂടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചാഡ് ഗേബിളിന്റെ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ ചാഡ് ഗേബിൾ എടുക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. ഫൈനലി ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആയി ചാഡ് ഗേബിൾ. ശരിക്കും പറഞ്ഞാൽ അതൊരു നമുക്ക് ആസ് എ ഫാൻ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹാപ്പി ആയ ഒരു മൂമെന്റ് തന്നെയായിരുന്നു. ഒരു ഓവർഡ്യൂ ആയ കാര്യം തന്നെയാണ്. എത്ര നാളായിട്ട് നമ്മളിപ്പം ഒരു സിംഗിൾ ചാമ്പ്യൻഷിപ്പ് കിട്ടും, എസ്പെഷ്യലി IC ചാമ്പ്യൻഷിപ്പിന്റെ പുറകിൽ 6ാമത്തെ പ്രാവശ്യമാണ് ചലഞ്ച് ചെയ്യുന്നത്. അതില് നല്ലൊരു മാച്ചായിരുന്നു. ഇതൊരു ലൂറ്റായും അമേരിക്കൻ സ്റ്റൈലും ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടി. അങ്ങനെ വളരെ നല്ലൊരു മാച്ചായിരുന്നു. എനിക്ക് എന്തിലാണെങ്കിൽ ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ മാച്ചിൽ എങ്ങനെയാണോ അതിന്റെ എൻഡ്, അതേപോലെ തന്നെ ഇത് പറഞ്ഞു. ഞാൻ ചാഡ് ഗേബിൾ മിനിസോട്ടയിൽ ജനിച്ചു. ആ രീതി തന്നെ അവസാനം ആ മാച്ചിലും ഇത് പറഞ്ഞു. അപ്പൊ എനിക്കത് വളരെയായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നി. എനിക്ക് നല്ല മാച്ചായിട്ട് തന്നെ തോന്നി. അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. സമ്മർ സ്ലാം മൂവ്മെന്റ് ആയിരുന്നു.
നമ്മൾ ഒത്തിരി നീ പറഞ്ഞ പോലെ തന്നെ റെസ്ലിംഗ് ഫാൻസിൻ്റെ ഇടയിൽ എന്തുമാത്രം ഒരു ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇതുപോലൊരു നല്ലൊരു വർക്കറിന് എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായി ഈ ഒരു ചാറ്റ് ഗെയിമിൽ ടൈറ്റിൽ വിക്ടറി. നമുക്ക് പറയാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇപ്രാവശ്യം സമ്മർ സ്ലാമിൽ ചാമ്പ്യൻ, അത് വലിയൊരു കാര്യം കേട്ടോ. നമ്മൾ ബാക്കി നോക്കുമ്പം ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ലൈം ലൈറ്റ് സ്പോട്ട് കിട്ടി, അത് തന്നെ വലിയൊരു കാര്യം. അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് സെത്തിന്റെയും റോമന്റെയും മാച്ച് അതൊരു നല്ല സ്റ്റോറി ടെല്ലിംഗ് മാച്ച് ആയിരുന്നു ആക്ച്വലി. ഇപ്പം ഫ്യൂ മാച്ചസ് ഇപ്പം നടക്കുന്നത് നല്ല രീതിയിൽ WWE സ്റ്റോറി പറയാൻ നോക്കുന്നുണ്ട് അല്ലേ? അതെ, മാച്ചസ് എല്ലാം ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. അലമ്പ് മാച്ച് റണ്ണ് കുറച്ച് മാച്ചസിന്റെ ലെങ്ത് കുറവായിരുന്നാൽ പോലും കുറച്ച് സ്റ്റോറി ഇൻവോൾവ് ആവുന്നുണ്ട്. അത് അത്യാവശ്യം അത് ക്യാരി ചെയ്യാൻ പറ്റുന്നവരുടെ മാച്ചുകൾ ഇച്ചിരി ലെങ്തി ആയിട്ട് അത് കൊടുക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞാൽ സെത്തിന്റെയും റോമന്റെയും സെത്ത് പോയി ചെയർ എടുത്തിട്ട് വന്ന് റോമന്റെ കൈ നിന്നപ്പോഴത്തേന് റോമൻ അത് മാറ്റി വെച്ചു. മീൻസ് അതാണ് എപ്പോഴും പറഞ്ഞത്, ഈ ചെയർ വെച്ചാണ് ഇവനെ ചതിച്ചത് എന്നുള്ളൊരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ട് ആ ഒരു റിഡംഷൻ രീതിയിൽ പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ ഒരു സ്റ്റോറി നല്ല രീതിയിൽ തന്നെ ഒരു ഷീൽഡ്, നേരത്തെ പറഞ്ഞ പോലെ ഷീൽഡ് ട്രിബ്യൂട്ട് മാച്ച് ആയിരുന്നു. അതിൽ ഡീൻ ആംബ്രോസിന്റെ മൂവ്സിനെ കുറിച്ച് രണ്ട് മൂവ്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരുന്നു. അപ്പം മൈക്കിൾ കോൾ അതിനെ പറയുന്നുണ്ട്, ഇപ്പൊ ട്രിബ്യൂട്ട് ടു ദി തേർഡ് മെമ്പർ ഡീൻ ആംബ്രോസ് എന്നുള്ള രീതിയിൽ നല്ലൊരു ഇത് തന്നെയാണ് മാച്ച്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാച്ച് ആയിരുന്നു ആക്ച്വലി. ട്രിബ്യൂട്ട് മാച്ച് നമുക്കറിയാം, ട്രിബ്യൂട്ട് മാച്ച് എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള കാര്യം. അപ്പം ഇവർ 3 പേരുടെയും അല്ലെങ്കിൽ റോമൻ സെത്ത് എന്ന് പറയുന്നത് ഓൾവേസ് ഇൻ്റർടൈൻഡ് ഇൻ ആ ഷീൽഡ് സാഗ അല്ലെ ഷീൽഡ് സ്റ്റോറിയാണ് അവരെ. നമ്മൾ ഏത് OTC ആന്ന് പറഞ്ഞാലും അല്ല സെത്ത് വിഷനറി ആന്ന് പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു എല്ലാവരും റിലേറ്റ് ചെയ്യുന്നത് അവർ ആ ഷീൽഡ് എന്നുള്ള എന്നാ പറയുക ആ സമയത്തെ കാര്യങ്ങൾ. അപ്പം അതൊരു ട്രിബ്യൂട്ടായിട്ട് ചെയ്ത് വലിയൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഡീൻ ആംബ്രോസിനെ അവർ മാറ്റി നിർത്തിയില്ല. ഡീൻ ആംബ്രോസിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടടുത്ത് ക്രെഡിറ്റ് കൊടുത്തു. ഡീൻ ആംബ്രോസിൻ്റെ ആ 2 മൂവ്സ് അവർ ട്രിബ്യൂട്ട്, അത് നല്ലൊരു രസമാണ്. അത് അതിൻ്റെ എഡിറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഏത് ശരിക്കും ഇവരാളല്ല ചെയ്തത്, ഡീൻ ആംബ്രോസ് ചെയ്യുന്ന പോലെ കാണിച്ചുകൊണ്ടുള്ള എഡിറ്റൊക്കെ വന്നിട്ടുണ്ട്, ഡീൻ ആംബ്രോസ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അവസാനം ഷീൽഡ് അവർ ചെയ്തപ്പം ഫിസ്റ്റ് ഇത് ചെയ്തപ്പം മൂന്നാമതായിട്ട് ഡീൻ ആംബ്രോസ് ഇങ്ങനെ നിൽക്കുന്ന പോലത്തെ എഡിറ്റൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു നൈസാണ്. അത് റെസ്ലിംഗ് ഫാൻസിന് അത് ഒരു കാര്യമാണ്. ആ ഒരു സ്റ്റോറി ഇതോടെ എന്നാ പറയുന്നത്, ആ ഒരു സ്റ്റോറി ലൈനിൽ അവരൊരു ട്രിബ്യൂട്ട് കൊടുത്ത് അതങ്ങ് നിർത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പം തൽക്കാലത്തേന്. ഇനിയിപ്പം എപ്പോഴും ആ ഒരു സ്റ്റോറി റീഇഗ്നൈറ്റ് ചെയ്യാനായിട്ട് ലേറ്റർ കാര്യങ്ങൾ ഇട്ടുകൊടുത്തും അവരങ്ങനെ നിർത്തിയെന്ന് നമുക്ക് വേണം പറയാം. അതെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ 5 വിമൻ ലാഡർ മാച്ച് ആയിരുന്നു. അതില് നമ്മുടെ ഷാർലറ്റ് ഫ്ലെയർ, ടിഫ്നി സ്ട്രാറ്റം, ചെൽസി ഗ്രീൻ, ലാഷ് ലെജൻഡ്, ജെയ്ഡ് കാർഗിൽ. അപ്പം ഇവരുടെ മാച്ച് ആക്ച്വലി ഒരു അത്യാവശ്യം ഒരു ടിപ്പിക്കൽ ലാഡർ മാച്ച് പോലെ തന്നെ പോയി. ഇപ്പം നമുക്കറിയാം ഇങ്ങനെ തന്നെ പോയി. നമ്മളറിയാം, നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ആണ് ഈ ലാഡർ മാച്ചിന്റെ സംഗതി എല്ലാം തിരിഞ്ഞു മറിയുന്നത് അല്ലെ. അപ്പം എനിക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ചാഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, അതൊരു ഫാൻ ബോയ് മൂമെന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ചെൽസി ഗ്രീൻ ചാമ്പ്യൻ ആയത് അല്ലേ. ഞാൻ ഇത് തുള്ളിച്ചാടുമായിരുന്നു ചെൽസി ഗ്രീൻ ചാമ്പ്യൻ ആയതിന്റെ ഇത് കണ്ടപ്പോ. അപ്പൊ എന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ചെൽസി ഗ്രീൻ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഇവിടെ ഇനി നമ്മൾ കണ്ടിട്ട് തന്നെ നമ്മൾ ഓർക്കും ഇത്ര നേരമായിട്ട് കടന്നിട്ട് ഇനി പൊങ്ങി വരുമോ, ഇതെങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ ഒരു തോന്നല് വന്നു. പക്ഷെ നല്ലൊരു മൂവ്മെന്റ് തന്നെയായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് പണ്ടത്തെ ലാഡർ മാച്ചുകൾ നമ്മളിങ്ങനെ അണ്ടർ ഡോഗ്സിനെ ഒരു ചാമ്പ്യൻ ആക്കുന്നത് ആ ഒരു രീതി തന്നെ ആയിരുന്നു. പക്ഷെ വളരെ ഹാപ്പിയായി. ഇപ്പം ചെൽസി ഗ്രീൻ ഇപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മൈക്കിൾ ഹേസിന് വിക്ടറി ഡെഡിക്കേറ്റ് ചെയ്ത്. കാരണം നമ്മളറിയാം, നമ്മൾ ഈ അൺറിയലിനകത്ത് പറയുന്നുണ്ട്, ഒരിക്കലും പുള്ളി പറയുന്നു ചെൽസി ഗ്രീൻ ഒരിക്കലും വേൾഡ് ചാമ്പ്യന്റെ ഒരു മെറ്റീരിയൽ അല്ല എന്നുള്ള ടിഫനിയുടെയും സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ലെവലിലില്ല. ബാക്കിയുള്ളവരെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു
ഒരു എന്നുള്ള രീതിയിലാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കിട്ട് അവളുടെ തന്നെ മുഖത്തിൻ്റെ അടിക്കുന്നതിന് തുല്യ. അത് എന്നാണെങ്കിലും അത് അവന് തന്നെ ആ ഡെഡിക്കേറ്റ് ചെയ്യണം, എന്നാലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് അതെ അതെ അത് നല്ലൊരു കാര്യമാണ്. അതെ അതെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെൽ ഡിസർവിങ് ആയിട്ടുള്ള കുറച്ച് പേര് വീണ്ടും ലൈം ലൈറ്റിലെത്തി അല്ലെ ചാമ്പ്യൻ ആയി എന്ന് കാണുന്നത് വളരെ സന്തോഷം. ഇന്റർവ്യൂ ചാമ്പ്യനാണ്. ഇനിയിപ്പം റിയായുടെ തിരിച്ചുവരവിൽ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് ആക്കി മാച്ചിന് പോവായിരിക്കാം ഒരു പക്ഷേ, അങ്ങനെയൊക്കെ ആയിരിക്കാം. ചെൽസി ഗ്രീൻ ഡിസേർവ് ഓൾ ദ ആ ഒരു പ്രൈസും എല്ലാം. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ചെൽസി ഗ്രീനിൻ്റെ ഒരു ലെവൽ ഓഫ് കാലിബർ എന്തുവാണ് ചെൽസി ഗ്രീൻ എന്ന് അറിയണമെങ്കിൽ WWE കണ്ടാൽ പോരാ. WWE എന്നുള്ള വെളിയിൽ നിന്ന് പോയി ലൂച്ച അണ്ടർഗ്രൗണ്ടോ അങ്ങനെയൊക്കെയുള്ള മാച്ചസ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ചെൽസി ഗ്രീനിൻ്റെ ആ ലെവൽ ഓഫ് റെസ്ലിംഗ് എബിലിറ്റി എന്നതാണെന്നുള്ളത്. ആ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് റെസ്ലർ ഷാർലറ്റ് ഉണ്ട്. ഷാർലറ്റിൻ്റെ കൂടെ തന്നെ പറയാവുന്ന ഒരു വ്യക്തിയാണ് ചെൽസി ഗ്രീൻ റെസ്ലിംഗ് എബിലിറ്റിയിൽ. അതുപോലെ തന്നെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് റോള് കൊടുത്താലും അത് ഫുൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് എല്ലാ രീതിക്കും ചെൽസി ഗ്രീൻ ചെയ്യും. അതിനകത്ത് കമ്മിറ്റഡാ പുള്ളിക്കാരി. അതെ തീർച്ചയായിട്ടും അതിൽ നമുക്കറിയാം ഇനിയും പൈപ്പർ നിവന്റെ ഒക്കെ ഒരു റിട്ടേൺ കാണുമോ ചെൽസി ഗ്രീനിന്റെ സപ്പോർട്ടായിട്ട്. നമുക്കറിയാം നമ്മൾ പ്ലെഡ്ജ് അലീജിയൻസ് ചാമ്പ്യൻ അല്ലെ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ന്യൂസിൽ സമ്മർസ്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അടുത്ത റോയിലെയും സ്മാക്ക് ഡൗണിലെയും NXTയിലെയും കൂടുതൽ വാർത്തകളായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി പ്രോ റെസ്ലിംഗ് അനലിസ്റ്റ്.